ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 14 എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എനിക്ക് 22 വയസ്സായി. എത്ര പെട്ടെന്നാണല്ലേ ഓരോ വർഷം ഇങ്ങനെ കടന്ന് പോകുന്നത്. ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഇന്നെനിക്ക് 22 വയസ്സായി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. രാവിലെ എണീച്ച് അമ്പലത്തിലേക്ക് പോയെന്ന് അച്ഛനും അമ്മയും അമ്മമ്മയും കുഞ്ഞാവി അച്ഛനും വന്നിട്ടുണ്ടായിട്ടാണ്. അപ്പം നമ്മ മട്ട്ലായി ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്ന വഴി ഇതെൻ്റെ വല്യമ്മയാണ് കേട്ടോ, അച്ഛൻ്റെ കസിൻ ബ്രദറെ വൈഫാണ്. പാനിപൂരീൻ്റെ ഒരു ലൈസ് കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എനിക്ക് ഈ ഒരു ലൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നലെ നൈറ്റ് കറക്റ്റ് 12 മണിക്ക് കിച്ചുവേട്ടൻ എന്നെ സർപ്രൈസ് ആക്കിയിട്ടുണ്ടായിനി. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എൻ്റെ പിറന്നാളിൻ്റെ ആ ദിവസം എനിക്കിങ്ങനെ പോയിന്. കിച്ചുവേട്ടൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പം എല്ലാ പ്രാവശ്യമായിട്ടും ഫസ്റ്റ് കിച്ചുവേട്ടൻ്റെ കയ്യിൽ നിന്നായിരിക്കും എനിക്ക് എന്തെങ്കിലും ആയിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടല്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് കിച്ചുവേട്ടൻ എന്തെങ്കിലും തരുമായിരിക്കും എന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ 11:30 ആ ഒരു സമയമായി. അന്നേരമാണ് കിച്ചുവേട്ടൻ ഒരു സ്റ്റാറ്റസ് ഇട്ടത്, ടൂറ് പോകുന്നു പറഞ്ഞിട്ട്, വീണ്ടും ട്രിപ്പ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആ പ്രതീക്ഷയും പോയി, ആകെ തരുന്ന ആളും പോയി, ട്രിപ്പിന് പോയി. കുഞ്ഞായും പറയുന്നുണ്ടാണ് കിച്ചുവേട്ടൻ ആദ്യം ട്രിപ്പ് പോയിണേ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിട്ട്, ഇടക്കിടക്കേ ട്രിപ്പ് തന്നെ. ഞാൻ പറഞ്ഞാൽ ഇടക്കിടക്കേ ട്രിപ്പ് തന്നെ പറഞ്ഞ് ഇങ്ങനെ കിച്ചുവേട്ടൻ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഞാൻ വിചാരിച്ച് പോയി, ഇപ്പോൾ ട്രിപ്പ് പോയിട്ടുണ്ടാവും. ഞാൻ പിന്നെ അതവിടെ വിട്ടു. കുറേ കഴിഞ്ഞ് 12 മണിയാകുമ്പോഴേക്കുണ്ട് ഒച്ചപ്പാടാക്കിക്കൊണ്ട് വരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ആർട്ട് കേക്ക് കൊടുത്തിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചാൽ കിച്ചോടൻ ട്രിപ്പിന് പോയി അങ്ങനെ വിചാരിച്ചത്. പെട്ടെന്ന് കിച്ചോടനെ കണ്ടപ്പം സന്തോഷവും കരച്ചിലും എന്തെന്ന് പറയണ്ട. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടേ കിച്ചോടൻ ട്രിപ്പിന് പോയി എന്ന് തന്നെ വിചാരിച്ചിനി. ഞാൻ വിചാരിക്കുന്നേ ഇല്ല അങ്ങനെ നൈറ്റ് കറക്റ്റ് 12 മണിക്ക് എനിക്ക് കൊണ്ടുതരുന്നില്ല, ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ നമ്മ അമ്പലത്തിലെത്തി. ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടായിനി. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടാണ് ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു വൈതാല് രാവിലെ അത്ര ഒരു മഴയൊന്നും ഉണ്ടായിട്ടില്ല, ലൈറ്റായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു വേഗം പോയിട്ട് വരാം, മഴയാവാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എണീച്ച് കുളിച്ച് കീഞ്ഞു. അപ്പം അമ്മയും ചായലാക്കിയിട്ട് മെല്ലെ പോവാ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അവാർഡ് കളിച്ചു. ഞാൻ കീഞ്ഞിട്ട് ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അങ്ങനെ ഒരു 9 മണി ആ ഒരു സമയമാകുമ്പോൾ അമ്പലത്തിലേക്ക് അമ്മ പോയിട്ടുണ്ടായത്. ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വിഷുവിന് ഞാനും അമ്മയും കുഞ്ഞാവയും ഒരുപോലെ മാച്ചാക്കിയിട്ട് എടുത്തതാണ്. അപ്പം എൻ്റെ പുതിയ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് മേടിക്കാൻ പോയിട്ടുണ്ടായിട്ട്, ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിനെ. അത് ഞാനിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ മേടിച്ചിട്ടാണ് അവിടെ തന്നെ വെച്ചു. മറന്നുപോയി, കുറേ തിരക്ക് കാരണം ആ ഡ്രസ്സ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അമ്പലത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഡ്രസ്സല്ലേ. ഞാൻ കുഞ്ഞാവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞാക്കാണെങ്കിൽ ആകെ ഇന്നല്ലേ ലീവ് കിട്ടൂല, ഞാൻ ഇന്നെങ്കിലും കുറച്ച് നേരം കിടന്നുറങ്ങിട്ട് നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മ മാത്രം പോയി. ഇല്ലെങ്കിൽ അവൾ കോളേജിൽ പോകുന്നതുകൊണ്ട് രാവിലെ എണീക്കലുണ്ട്. ഞാൻ കുറേ ആയി അമ്പലത്തിലേക്ക് പോയിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വൈകുന്നേരം ആ ഒരു സമയങ്ങളിൽ പോകുന്നല്ലാണ്ട് രാവിലെ തൊഴാനായിട്ട് ഞാൻ അമ്പലത്തിലേക്ക് കുറേ ആയി. ബർത്ത്ഡേ അന്ന് എന്തായാലും പോകണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിനി. എന്തോ ഭാഗ്യത്തിന് എനിക്ക് വരാൻ പറ്റീനി. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ട്, പീരീഡ്സ് ആയതുകൊണ്ട് പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ട് ഭയങ്കര സങ്കടം എനിക്ക് ഉണ്ടായത്, ബർത്ത്ഡേ അന്ന് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത്. അങ്ങനെ അമ്മയും നേരെ വഴിപാട് കഴിക്കാൻ വേണ്ടി പോയി. നമ്മളെ വീട്ടിൽ ഞാനും അച്ഛനും ഒരേ നക്ഷത്രമാണ്, തൃക്കേട്ട. കുഞ്ഞാവ തിരുവോണമാണ്. ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ വേറൊരു പോസിറ്റീവ് ഫീലാണല്ലേ. അപ്പം നമ്മുടെ ആ അമ്പലത്തിലെ പ്രാർത്ഥന, ഭക്തിയോടെ നിൽക്കുന്ന ആൾക്കാർ, അതെല്ലാം കാണുമ്പം വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ്. അങ്ങനെ എല്ലാവരുടെ പേരിലും വഴിപാട് കഴിച്ചു. നേരെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി. എൻ്റെ നക്ഷത്രം ശരിക്കും വരുന്നത് മിനിയാന്നാണ്. നമ്മെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ പ്രാവശ്യം അമ്മമ്മ അത് കറക്റ്റ് നോക്കിയിട്ട് എൻ്റെ പേരിൽ പായസം കഴിപ്പിക്കലുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടാ. ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും അമ്മമ്മ തന്നെ അത് നോക്കിയിട്ട് അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പായസം കഴിപ്പിക്കും, വഴിപാട് കഴിപ്പിക്കും, അങ്ങനെയെല്ലാം ഉണ്ടായത്. ഇപ്രാവശ്യം എല്ലാവരും മറന്നുപോയി. അതുകൊണ്ട് അമ്മമ്മയും പറഞ്ഞു നമുക്ക് രാവിലെ എന്തായാലും അമ്പലത്തിൽ പോവാം, അമ്മമ്മക്കത് മറന്നുപോയി, നാളെ എന്തായാലും പോവാമെന്ന് അമ്മമ്മയും പറഞ്ഞിട്ടുണ്ടായിന്. നമ്മ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര വലിങ്ങനെ ആൾക്കാരുണ്ടായിട്ടില്ല. കുറേ നേരം നമ്മൾ അതിനുള്ളിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ വേറൊരു എനർജിയാണ്. ഞാൻ ഇതിനിടയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ഓരോ വീഡിയോസ് കാണുന്നതാണ്, നല്ല അടിപൊളി വീഡിയോസ്, അധികം ഈ ദൈവിക കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അപ്പം അവരതിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ഒരിക്കലും ശിവക്ഷേത്രത്തിൽ പോയാൽ എൻ്റെ ഈശ്വര എന്നെ കാത്ത് രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല എന്നുള്ളത്. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, ശിവൻ്റെ എടുക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ആയുസ് എടുക്കും, ആത്മാവ് എടുക്കും എന്നാണ്. അങ്ങനെ ഇല്ലേ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിനി.
അവരുടെ പേജിൻ്റെ നെയിം യോഗി ആൻഡ് യാത്ര. ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവരുടെ വീഡിയോസെല്ലാം നല്ല അടിപൊളി വീഡിയോസാണ്. ആ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു ഫീലാണ്. ഞാൻ അധികം അവരുടെ വീഡിയോസ് എടുത്ത് നോക്കലുണ്ട്. അങ്ങനെ കുറേ നേരം നമ്മ നടയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു. അങ്ങനെ കുറേ നേരം അതിനുള്ളിലിരുന്ന് തൊഴുത് കുറിയെല്ലാം വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വൈറ്റ് പൂവ് എൻ്റെ കയ്യിൽ കിട്ടിയത് കണ്ടത്. കുറേ പേര് പറയുന്നതാണ് വൈറ്റ് പൂവ് കിട്ടിയാൽ നമ്മളെ ആഗ്രഹം ദൈവം കേട്ടു എന്നാണെന്ന്. അങ്ങനെയാണ് വിശ്വാസം. ഞാനും അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അധികവും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പൂജാരിമാർ ഈ ചന്ദനവും പുഷ്പമെല്ലാം തരുന്ന സമയത്ത് ഞാൻ അധികം പ്രാർത്ഥിക്കും, ഈശ്വര ആ വൈറ്റ് പൂവ് എന്തായാലും കിട്ടണേന്നുള്ളത്. ചില അമ്പലത്തിൽ നിന്നൊന്നും അങ്ങനെ വൈറ്റ് പൂവ് എനിക്ക് കിട്ടലില്ല. കിട്ടാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ ഇന്ന് എൻ്റെ നല്ല ദിവസം തന്നെ ആയപ്പം ഈ വൈറ്റ് പൂ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടിട്ടുണ്ടാവും, എല്ലാം നടത്തി തരുന്നൊരു വിശ്വാസം അവിടെ നിന്ന് തന്നെ മനസ്സിലുണ്ടായിന്. സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ തോന്നേ ഉണ്ടായിട്ട. ആ അമ്പലത്തിൻ്റെ ചുറ്റുപാടും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നത്. അതിന് ചുറ്റും ഫുള്ള് ഇങ്ങനെ ചെടികളെല്ലാം വെച്ച് നട്ട് പിടിപ്പിച്ച് അതിൽ കുറേ പൂക്കളും ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ. നല്ല രസമുണ്ട് അതിന് കാണാൻ. ഞാൻ എന്നിട്ട് അമ്മേനോട് പറഞ്ഞു നമുക്ക് അമ്പലത്തിൻ്റെ ബാക്കോട്ടേക്കെല്ലാം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് നടന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദൈവം ശിവനാണ്. ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് മാത്രം, പക്ഷെ ഞാൻ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്നതുകൊണ്ട് എല്ലാ ദൈവത്തിനോടും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യലുണ്ട്. ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ പള്ളി കണ്ടാലും മുസ്ലിം പള്ളി കണ്ടാലും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടേ പോയില്ലു. എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും പറയും, സന്തോഷം ഉണ്ടെങ്കിലും പറയും. സങ്കടം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോയില്ലു. ഞാനും അമ്മയും കുറച്ചു നേരം നടരുള്ളിലിരുന്ന് തൊഴുത് കുറച്ചു നേരം അവിടെ ഇരുന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങിയിനി. അമ്മമ്മയും അച്ഛനും അതിനുള്ളിൽ തന്നെ ഉണ്ട്. അവിടെ കുറച്ച് പൂജയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഈ അമ്പലത്തിൽ വന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഈ ഒരു ഭാഗമാണ്. ഇവിടെ ഇരിക്കാൻ വേറെ എന്നൊരു രസമാണ്. അധികം ഞാൻ ഈ അമ്പലത്തിൽ വന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഞാൻ വരലുണ്ട്. ഇവിടെ നല്ല രസമാണ്, ഈ ഒരു ഭാഗം നല്ല രസമാണ്. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കോള് വന്നത് കുഞ്ഞാവേൻ്റെ. അച്ഛന് വയറുവേദന എടുക്കുമെന്ന് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകണമല്ലോന്ന്. അച്ഛന് കുറച്ച് ദിവസമായി ഭയങ്കര വയറുവേദന. മുന്നേ ടെസ്റ്റ് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തായിട്ട് ഭയങ്കര വേദന. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു അച്ഛന് നല്ല വേദന ഉണ്ടല്ലോ, നിങ്ങൾ പെട്ടെന്ന് വരണം, ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇതിനടുത്ത് തന്നെ വേറൊരു അമ്പലം കൂടിയുണ്ട്. ഈ അമ്പലത്തിൽ വന്നാൽ അപ്പുറത്തെ അമ്പലത്തിലേക്കും കൂടി പോകണം എന്നാണ്. അപ്പം അമ്മമ്മ പറഞ്ഞുകൊണ്ടുണ്ടായി നമുക്ക് അപ്പുറത്തേക്കും പോവാന്ന്. പിന്നെ വീട്ടിൽ നിന്ന് കോള് വന്നപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊരു മനസ്സ് സമ്മതിച്ചിട്ടാണ്. അച്ഛന് വേദന എടുത്തിട്ട് അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ അപ്പം ഇനി അപ്പുറത്തെ അമ്പലത്തിലേക്കും കൂടി പോയില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വരുന്ന സമയത്ത് ചാടിക്കാത്തതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിന്. ഞാനിത് വരുന്നത് വഴിക്ക് വേണിച്ചുകൊണ്ട് കാർന്ന് കഴിക്കാൻ ഇത് കിട്ടി. ഞാനിത് ഇടയ്ക്കിടയ്ക്കേ മേടിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എനിക്ക് പാനിപൂരി ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഏകദേശം പാനിപൂരിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. അതിൽ ഈ ഒരു സോസും കൂടി വരുന്നുണ്ട്, ചാറ്റ് ചട്നി. ഇതും പാനിപൂരിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ്. കണ്ട ഫുള്ള് കുറേ ബോൾസ്. സ്വതവേ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതായത് ലേസെല്ലാം ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിനെ. പിന്നെ അതിനോടൊരു മടുപ്പ് വന്നിനി. പക്ഷെ ഇത് എനിക്ക് എത്ര കഴിച്ചാലും മടുക്കുന്നില്ല. പാനിപൂരി ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം പാനിപൂരിൻ്റെ അതേ ഒരു രുചിയാണ്. അതേ ഒരു രുചിയല്ല, എന്നാലും ഏകദേശം അതിൻ്റെ ഒരു ചെറിയൊരു രുചിയുണ്ട്. പാനിപൂരി തന്നെ കുറേ ഫ്ലേവറില്ല. എനിക്കതിൽ മറ്റേ മസാലപ്പൂരി ഇഷ്ടമല്ല. അതിലൊരു മധുരം, എരിവ്, ആ ഒരു ഇതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പാനിപൂരിൻ്റെ തന്നെ ഇല്ല, മറ്റേ ഉരുളക്കിഴങ്ങിലിട്ട് ആ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്.
ആ ഒന്നിൽ തന്നെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് തിന്ന് കുറച്ചൊരു മടുപ്പ് വന്നപ്പോൾ ഞാൻ അമ്മ കൊടുത്തു. കുറച്ചൊരു അമ്മ തിന്നോ പറഞ്ഞിട്ട് അമ്മരെ അമ്മ കൊടുത്തു. ഞാൻ കണ്ണിന് കൺമഷിയിലിട്ട് പുറത്ത് പോയിട്ട് കുറേ ആയി. പണ്ട് ഞാൻ ഭയങ്കര കൺമഷി അഡിക്റ്റാണ് ഉണ്ടായത്. കൺമഷി ഇല്ലാണ്ട് പുറത്ത് പോലേയില്ല. പിന്നെ അടുക്കാലത്ത് കൺമഷിനോടൊരു വേണ്ടാന്നുള്ളൊരു രീതിയിലായി. ഇന്നെന്തോ കൺമഷി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇടണം തന്നെ ഒരു മോഹം. ഈ ഒരു ഡ്രസ്സിന് ഒരു നാടൻ പെൺകുട്ടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൺമഷി ഇട്ടെന്നെ അമ്പലത്തിലേക്ക് പോയി. നേരത്തെ ഞാൻ മേടിച്ച ആ പാനിപൂരിൻ്റെത് 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിനി. ഒന്ന് ഞാൻ കഴിച്ചിട്ട് ഒന്ന് വീട്ടിൽ പോയിട്ട് കുഞ്ഞാ കൊടുക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ എൻ്റെ ക്ഷമ നശിച്ച കാരണം അതും കൂടി ഞാൻ തന്നെ എടുത്ത് തന്നു. കാരണം നല്ല വിശപ്പുണ്ടായിനി. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. സ്വതവേ ഞാൻ രാവിലെ എണീച്ചാട് ഞാൻ എന്തെങ്കിലും ആയിട്ട് കഴിക്കലുണ്ട്. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ തേട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. വയറെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞ് കിടന്നാൽ ഞാൻ തേട്ടിക്കൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്ടായത് അന്നേരം. ഇപ്പം കുറച്ച് കുറവുണ്ട്. അന്നേരമെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടായിനി. തേട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം പിന്നെ വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞാനെ കാണിക്കാണ്ട് കുഞ്ഞാനോട് പറയണ്ട. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കാണുമായിരിക്കും. എന്താ എനിക്ക് തരാത്ത ചോദിക്കുമായിരിക്കും. ഞാൻ വിചാരിച്ചു കുഞ്ഞാനോട് പറയണ്ട, മേടിച്ച് തന്നത് അച്ഛൻ മേടിച്ച് തന്നത് പറയാണ്ട് തിന്നാ വിചാരിച്ചു. അറിഞ്ഞും കൂടെ പറയും എനക്കെന്താ മേടിച്ചു തരാത്ത്, ഓക്കും അത്രത്തിന് മേടിച്ചു കൊടുത്തേക്കും. അപ്പം അതിനിടയിൽ അച്ഛനും വന്നു കൊടുത്തു. അപ്പോൾ അച്ഛൻ അതിൽ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ ആ സോസ് കഴിക്കാണ്ട് ആ പുറം ഭാഗം മാത്രം കഴിച്ചു. അതിൻ്റെ ഒപ്പം ആ സോസും കൂടി വരുമ്പോൾ അന്ന് ടേസ്റ്റ്. അച്ഛനത് കഴിച്ചിട്ടാ. അങ്ങനെ നമ്മളെ നാട്ടിലേക്ക് എത്തി. കുഞ്ഞാവാണെങ്കിൽ വിളിച്ച് തിരക്കാന്നുണ്ടായത്. വേഗം വാ, അച്ഛന് ഭയങ്കര വേദന ഉണ്ടോലും, വേഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അച്ഛന് ആകെ ക്ഷീണം പിടിച്ച പോലെ ആയിന്. നല്ല വേദന ഉണ്ടായിന്ന് തോന്നുന്നു. പക്ഷെ ഡോക്ടറെ കാണിച്ചപ്പം മൂത്രത്തിൽ കല്ലെന്നത് പറഞ്ഞത്. അച്ഛൻ ഒന്നാമത് വെള്ളം കുടിക്കുന്നത് കുറവാണ്, നല്ല കുറവാണ്. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ കല്ലുണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛന് മൂത്രം ഒഴിക്കുമ്പം വേദന എന്നും പറയുന്നുണ്ടായിനി. ഒന്നാമത് വെള്ളം കുടിക്കൽ നല്ല കുറവാണ്. അതിനിടയിൽ എൻ്റെയും കുഞ്ഞാവിൻ്റെയും ഫ്രണ്ട് ഉണ്ട് വാവൂസ്. ഞാൻ ഓളെ വിളിച്ചിട്ടുണ്ടായിനി എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട്. ഓളെ മാത്രമേ ഞാൻ വിളിച്ചിട്ട് വേറെ ആരും അങ്ങനെ വിളിച്ചിട്ടുണ്ടായിട്ടാ. ഓളെയും മോളെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഹസ്ബൻഡ് പണിയായതുകൊണ്ട് രാവിലെ വരാൻ പറ്റൂല, ഞാൻ നൈറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ മാത്രം പറഞ്ഞേച്ചു. അപ്പം ഓളെ കണ്ടാൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിന്. നല്ല അടിപൊളി ഡ്രസ്സ്, ഈ ജീൻസിനെല്ലാം ഇടാൻ പറ്റിയൊരു ബ്ലൂ കളർ ടോപ്പ്. അപ്പം അച്ഛനും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. നീയും വാ മോളെ, അച്ഛൻ ഒറ്റക്ക് തന്നെ പറ്റുമോ? ഞാൻ പറഞ്ഞു അച്ഛനില്ല അച്ഛൻ, പ്രശ്നമില്ല, പോയിട്ട് വാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒപ്പരം ഉണ്ടെങ്കിലൊരു ആശ്വാസമല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അഥവാ അഡ്മിറ്റ് ആക്കുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ പിറന്നാൾ ദിവസം ഞാൻ ഇടന്നെ വേണ്ടേ, ഇവരെല്ലാം വന്നാൽ പിന്നെ ഇവർക്കൊരു ഒറ്റപ്പെട്ട പോലെ ആവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാതിരുന്നേ. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിന്. നമ്മുടെ നാട്ടിൽ നിന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം പോവുമോ, മഴ കാരണം ഇന്നത്തെ ദിവസം പോകുമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടുണ്ടായിനെ. പക്ഷേ റെഡ് അലേർട്ടിൻ്റെ ആ ഒരു ഇതൊന്നും ഇന്ന് കണ്ടിട്ട. വലിയൊരു മഴയൊന്നും ഉണ്ടായിട്ട. ചെറുതായിട്ട് പെയ്തിനി, വലിയൊരു മഴയൊന്നും ഉണ്ടായിട്ട. നമ്മളെ വീടിൻ്റെ അങ്ങോട്ടേക്കൊരു കുളമുണ്ട്. ആ കാണുന്നതല്ല, അതിനപ്പുറത്തേക്കൊരു കുളമുണ്ട്. നല്ല രസമാണ്. പണ്ട് നമ്മെല്ലാം അവിടെ പോയിട്ട് അച്ഛൻ നമ്മളെപ്പം കൊണ്ടുപോകും അടുത്തേക്ക് കുളത്തിലേക്ക് അധികം കളിക്കാൻ വേണ്ടി. നല്ല രസമുണ്ടായൊരു കണ്ടാണ്. ഇപ്പോൾ എന്തോ ഒരു ബഗിഡായി. അതിനടുത്തൊരു വീട് വന്നു, അവിടെ കുറേ വീടെല്ലാം വന്നു. അതുകൊണ്ട് കണ്ട വൃത്തിയാടായി. ഞാൻ ഇന്നത്തെ പിറന്നാൾ ദിവസം ഞാൻ അങ്ങനെ ഒന്നും വേണ്ട വിചാരിച്ചു. അമ്പലത്തിൽ പോയാൽ വീട്ടിലേക്ക് വരാം, ഒരു കേക്ക് പോലും കട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫസ്റ്റ് ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് കിച്ചോട്ട് ഒരു സർപ്രൈസ് തന്നു. പിന്നെ അതുപോലെ തന്നെ വില്ലച്ചൻ പറഞ്ഞു വില്ലച്ചൻ്റെ വകയാന്ന് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കൊന്നും വേണ്ട, വില്ലച്ചൻ്റെ വക ആക്കാമെന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം വില്ലച്ചൻ്റെ വകയാണ് ഉണ്ടായത്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു അമ്മമ്മയുടെ വക പായസമാണ് കേട്ടാ, അമ്മമ്മയുടെ വക പായസം ഉണ്ടെന്ന്. പക്ഷേ ചോറെല്ലാക്കി വരുമ്പോഴേക്കന്നെ കുറേ വൈകിട്ടുണ്ടായിനി. എന്താ വെച്ചാൽ അമ്പലത്തിൽ പോകാനും വൈകു, അമ്പലത്തിൽ പോയി വരാനും വൈകു. ചോറാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കന്നെ 3 മണി 3:30 ആയിട്ടുണ്ടായിനി. ഇപ്പുറത്തുനിന്ന് അമ്മ നെയ്ച്ചോറും ചിക്കനും ആക്കുമ്പം അപ്പുറത്തുനിന്ന് അമ്മമ്മക്ക് വേണ്ടിയില്ലേ ചോറും കറിയെല്ലാം. എന്താ വെച്ചാൽ അമ്മമ്മക്ക് അങ്ങനെ നെയ്ച്ചോറ് ചിക്കൻ കറി ആവുന്ന ഇഷ്ടമല്ല. നമുക്ക് സാധാ ചോറ്, സാമ്പാർ, പരിപ്പ് അതെല്ലാം അമ്മമ്മക്ക് ഇഷ്ടം. നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാം എൻ്റെ അച്ഛൻ തന്നെ നട്ടുപിടിപ്പിക്കലുണ്ട്. ഇത് ഫുള്ളും മുളകാണ്, പച്ചമുളക്. പിന്നെ എല്ലാം വാഴയായാലും അതുപോലെ ചീര ആയാലും കൈപ്പക്ക ആയാലും കോവയ്ക്ക ആയാലും എല്ലാം അച്ഛൻ വീട്ടിൽ നട്ടുപിടിപ്പിക്കലുണ്ട്. എല്ലാം ഉണ്ടായിട്ടുണ്ട്. കിഴങ്ങ്, അതുപോലെ തന്നെ വയലറ്റ് ചേമ്പ്. ഞാൻ ലാസ്റ്റ് ആ ഷോർട്സിൽ വയലറ്റ് ചേമ്പിട്ട സമയത്ത് എന്നോട് കുറേ പേര് അതിൻ്റെ തൈ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതെൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന പൂച്ചയാന്ന്, എടുത്ത പൂച്ചയാണെന്ന് അറിയില്ല. ഒറ്റക്കണ്ണലടിക്കുന്നുണ്ടല്ലേ. നമ്മളെ വീട്ടിലത്തെ അല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ അങ്ങനെ പൂച്ച നായൊന്നും വളർത്തയില്ല.
നായിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വീട്ടിൽ വളർത്താൻ വിടയില്ല. പണ്ടൊന്നും ഉണ്ടായിന് നമ്മളെ വീട്ടിൽ ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. ആ നായിനെ ഇപ്പോൾ എല്ലാവരും പറയും നല്ല അനുസരണയാണ്, ഭയങ്കര സ്നേഹമാണ്. പണ്ട് ഞാൻ ചെറിയ കുഞ്ഞില്ല സമയത്ത്, എനക്ക് ഓർമ്മയില്ല കേട്ടാ. വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്ന കേൾക്കാം. ഇതപ്പുറത്തെ വീട്ടിലുള്ള പിള്ളേരാണ്, അധികം വീട് തന്നെ. അച്ഛനോട് ഇടക്കിടയ്ക്ക് ജാനേഷ് മാമ മീൻ പിടിച്ചരോ ചോദിച്ചു കൊടുക്കും. അച്ഛനായിട്ട് ഇതിനിടയിൽ കുറച്ച് മീനെല്ലാം മേടിച്ചു കൊടുത്തു. ഇപ്പം ആമയായി, ആമേനെ പിടിച്ചരുമോ എന്ന്. അതിനുള്ളിലൊരു ആമയുണ്ട്. ഇതിനിടയിൽ കണ്ടെത്തുന്ന ഇങ്ങനെ ആമ കയറി വന്നപ്പം അച്ഛൻ അതിനെ പിടിച്ചിട്ട് ആ കുപ്പിയിൽ വെറുതെ ഇട്ടു. അതിനെ കുറച്ച് കഴിയുമ്പോൾ കളയേ, ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇട്ടതാണ്. അലൈക എൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടിൻ്റെ അവളെ വീട്ടിൽ പോയിട്ട് പറയുന്നത്, ഞാൻ എൻ്റെ ഭണ്ണാരം പൊളിക്കും, എനിക്ക് മണിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കണമെന്ന്. കുറേ ആയി പറയുന്നത്. അടുത്ത മാസം ജൂണിൽ എൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞപ്പോഴേ ഉണ്ടോളുള്ള വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് എന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുമേ, മണിക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കാണിക്കും. ഞാൻ വിചാരിച്ചില്ലപ്പോൾ അവളിങ്ങനെ വെറുതെ പറയുന്നു, പിള്ളേരൊരു വർത്താനില്ല, ഇങ്ങനെ വെറുതെ പറയുന്ന വിചാരിച്ചേ. അപ്പോഴേക്കും ഓൾ കറക്റ്റ് ഓർത്ത് എനിക്കൊരു ലിപ്സ്റ്റിക്കും മേടിച്ചിട്ട് വന്നിനി. ഓൾക്ക് അറിയാം എനിക്ക് ഇങ്ങനത്തെ സാധനത്തിനോടാണ് കൂടുതൽ ഇഷ്ടം, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഇങ്ങനത്തെ സാധനത്തിനോടാണ് ഇഷ്ടം എന്ന് ഓൾക്ക് അറിയാം. പക്ഷേ ഇതിപ്പം എന്നെക്കാളും കൂടുതൽ ഓളെ യൂസ് ആക്കൂട്ടാ. ഇവിടെ വന്നിട്ട് ഇടക്കിടക്കേ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോലാന്നുള്ള പണി. ഈ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞപ്പോൾ തൊട്ടുണ്ട് പറയുന്നത്, വാമണി നമുക്ക് പോവാ, കുളത്ത് പോവാ, നീന്താൻ പോവാന്നല്ല. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോവാൻ. അന്നേരം നമ്മൾ പോയിട്ടുണ്ടായിന്. ഇപ്രാവശ്യം പിന്നെ അങ്ങനെ വലിയൊരു മഴ വരണത്രേ, ഒഴുക്ക് വരണത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് പോകണ്ട, നമുക്ക് വേറൊരു ദിവസം പോവാം, എല്ലാവർക്കും ഒരുമിച്ച് പോവാം, നമ്മൾ മാത്രം പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നല്ല വൃത്തിക്ക് പറഞ്ഞപ്പോൾ എന്നാൽ ഇന്ന് വേണ്ടപ്പോൾ വേറൊരു ദിവസം പോവാന്ന് പറഞ്ഞു. ചില സമയത്തൊരു ദേഷ്യം വന്നാണ്ടല്ലേ, പോകണം എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലുണ്ട്. ഓ അതാണ് സഹിക്കാൻ പറ്റാത്തത്. ചെറിയ കരച്ചിലൊന്നുമല്ല, ഇങ്ങനെ കൂക്കി ആർത്ത് കരയും, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. ഇടക്ക് പാവം കുഞ്ഞാന്ന്, ഇടയ്ക്ക് ഈനെ കണക്കത്തെ സാധനം വരെ ഉണ്ടാവില്ല, അങ്ങനത്തെ കുരുത്തക്കെടുമായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് നേരം നമ്മ എല്ലാവരും ഇരുന്ന് ടി വി കണ്ടു. അങ്ങനെ കുറച്ച് നേരം ടി വി എല്ലാം കണ്ട് ഇരിക്കുമ്പോൾ അന്ന് നല്ല നെയ്ച്ചോറിൻ്റെ മണം വന്നത്. അപ്പം എല്ലാവരും ചോറ് കഴിക്കാനിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറി, കച്ചമ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നെയ്ച്ചോറിന് കുറച്ച് ഉപ്പ് കുറഞ്ഞിനോ എന്നൊരു സംശയം. ഈ സമയത്തൊന്നും വീട്ടിൽ അച്ഛനും ഉണ്ടായിട്ടാ, അതുകൊണ്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസം അവരില്ലാത്തതുകൊണ്ട് അവർ രാവിലെ പോയിട്ടുണ്ടായതാണ്. അപ്പം സ്കാനിങ്ങിൻ്റെ ഡോക്ടർ 3:30 വരുമ്പോഴും സ്കാനിങ്ങിൻ്റെ ചെയ്യണമെങ്കിലും എന്നെല്ലാം പറഞ്ഞിട്ട് വരാൻ കുറേ വൈകിട്ടുണ്ടായിന്. അങ്ങനെ ചോറെല്ലാം വേവിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ വീഡിയോ കോൾ ആക്കുന്നത് പെപ്പ. ഓന് ഭയങ്കര സങ്കടം, നമ്മുടെ എല്ലാവരും ഉണ്ടായതുകൊണ്ട്. അവൻ്റെ അമ്മേനോട് കുറേ പറഞ്ഞു, എന്നെ നടക്കാവ് കൊണ്ടാക്കുന്ന പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ തന്നെ. നമ്മ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഭയങ്കര സങ്കടമായി. ഓന് ഇവിടെ തന്നെ ഉണ്ടായത്. ഇതിനിടക്ക് പോയി അങ്ങോട്ടേക്ക് നീലേശ്വരത്തേക്ക്. കുഞ്ഞാവിൻ്റെ ഏഷണിയാക്കുന്നത് എൻ്റെ അമ്മമ്മയാണെടാന്ന് പറഞ്ഞിട്ട് അനീഷമ്മയുടെ മടിയിൽ കയറിയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. ലാസ്റ്റ് കരച്ചിലെല്ലാം മാറി കുറേ കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു, ഞാൻ മറ്റന്നാൾ വരാൻ മണി, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം. നല്ല സങ്കടമായതിന് ഒന്നും ഇടില്ലാത്തതുകൊണ്ട്. ഇവിടുന്ന് 2 പായസം ആക്കുന്നത് ഇറക്കാന്ന്, അനീഷമ്മയും അമ്മയും. എനിക്കങ്ങനെ പായസം അത്ര വലിയൊരു ഇഷ്ടമല്ല. എപ്പെങ്കിലും ഒരു പൂതി വരുമ്പോൾ കുടിക്കുന്നല്ലാണ്ട് അത്ര വലിയൊരു ഇഷ്ടമൊന്നുമല്ല. ഇവരൊക്കെ ഉണ്ട രണ്ടും ഏത് നേരം കീരിയും പാമ്പുമാണ്. അലയ്ക്ക് പോയിട്ട് ഓനിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കണം, എന്തെങ്കിലും ആയിട്ട് ഓനെ ദേഷ്യം പിടിപ്പിക്കണം. അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോണ്ട് അഗി വിളിക്കുന്നു. അപ്പം അഗീൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അഗി വന്നു. അഗിയും ഗിഫ്റ്റും കൊണ്ട് തന്നെയാണ് വന്നത്. കുറേ ഡയറി മിൽക്ക് ഉണ്ടായിന്. വാവൂസിൻ്റെ ഹസ്ബൻഡാണ് അഗി. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അത്രയേ ആയിട്ടു. 2 ലവ് മാരേജാണ്. ഇപ്പോൾ വീട്ടിലെല്ലാം ഒക്കെ ആയിട്ടാ. വാവൂസിനൊരു അനിയത്തിയുണ്ട്, ഒരു മൊട്ടച്ചി ചെറുത്. ഇവർ 17 വയസ്സിൻ്റെ ഏറ്റവും വ്യത്യാസമുണ്ട്. ഓളേ വേണ്ടു, വാവൂസിനേ വേണ്ടു. ഇതിനിടയിൽ ഞാൻ വാവൂസിനെ കൂട്ടാൻ പോയപ്പോൾ ഒരേ കരച്ചിൽ. ഓളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. നല്ല രസമുണ്ടാകുമല്ല ഇത്രയും വലുതായിട്ട് ഒരു അനിയത്തി. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൊണ്ട് നിൽക്കലുണ്ട് എനിക്കൊരു അനിയത്തിയോ അനിയനോ ആണെന്ന്. പക്ഷെ അവർ കേൾക്കണ്ടേ. എനിക്കിഷ്ടമാണ്. ഒന്നാമത് ഇത്രയും വലുതായിട്ടൊരു അനിയത്തിനും അനിയനെ കിട്ടുമ്പം നല്ല രസമല്ലേ.
എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൊണ്ട് നിൽക്കലുണ്ട്. പക്ഷെ അവർ പറയും നിങ്ങൾ രണ്ടാളും മതിപ്പാ, ഇനി വേണ്ടാന്ന് പറയും. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പം അച്ഛനും വന്നു. രാവിലെ പോയതാണ്, നല്ല തിരക്കുണ്ടായിന്ന് തോന്നുന്നു. വരാൻ കുറേ വൈകിട്ടുണ്ടായിന്. വീട്ടിലേക്ക് വന്നു, കാണിച്ച് വന്നിട്ട് വീണ്ടും പോകാനുണ്ടായിന് ഹോസ്പിറ്റലിലേക്ക്. എന്താ വെച്ചാൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും പോയി. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പം ഞാനും വാവൂസും അഗിയും നമുക്ക് ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മൂന്നാളും കൂടി ടൗണിലേക്ക് പോയി. ഞാൻ എവിടെ പോകുമ്പോൾ അലയിക്കാനെ കൂട്ടരുണ്ട്. അലയിക എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ ഏച്ചിയുടെ മോള് നിലുപരി എനിക്കൊരു ഫ്രണ്ടിനെ പോലെയാണ്. എൻ്റെ അപ്പനെ എൻ്റെ അപ്പനെ കളിക്കും. ഓള് ചില സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് എന്നെ സങ്കടം വരും. പക്ഷേ ഇന്ന് പോകേണ്ടിയായിരുന്നു എന്ന് തോന്നും. അപ്പം അച്ഛൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ടുണ്ടായിനി. അപ്പം എനിക്ക് ഒറ്റക്കന്നെ പോകാൻ മടിയാണ്ട് ഞാൻ അലയനോട് പറഞ്ഞു, നീയും വാ, എനിക്ക് ഒറ്റക്കന്നെ പോകാൻ മടിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് വെച്ചപ്പോൾ ഓള് പറഞ്ഞു, എന്നെ അമ്മ ചീത്ത പറയാൻ തോന്നുന്നു, മഴയല്ലേ. ഞാൻ പറഞ്ഞു നീ പോയി ചോദിക്കു പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞോട് വേണ്ട, എന്നാൽ പിന്നെ പോകണ്ട, ഞാൻ തൃക്കരിപ്പൂർ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവളപ്പുറം പോയിട്ട് ഒരേ കരച്ചിൽ. ഇടയ്ക്കുണ്ട് ഓളമ്മ വിളിക്കുന്നിടുന്ന്, അച്ഛൻ വിളിക്കുന്നിടുന്നു, ഒരേ കരച്ചിൽ നീ കൂട്ടാണ്ട് പോയിന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവളെ അമ്മേൻ്റെ എനിക്ക് വീഡിയോ അയച്ചിരുന്നു. നടന്ന് പറഞ്ഞിനേ ഞാൻ ഈ മണീൻ്റെ അടുത്തേക്ക് പോന്നേയില്ല, ഇനി ഞാൻ മിണ്ടുന്നേയില്ല മണീനോട് നിന്ന്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ കീഞ്ഞ് കുളിച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട് അവിടെ നിൽക്കുന്നു കേക്ക് മുറിക്കാൻ വേണ്ടി. ചൊടിയെല്ലാം എത്ര പോരാ നേരെയില്ല, അതെല്ലാം വേഗം തീരും. ഇടയ്ക്ക് കുശുമ്പം കഴിച്ചിട്ട് പോകും, എന്തെങ്കിലും ചൊടിച്ചിട്ട്. ഇനി ഞാൻ വരുന്നേ ഇല്ല ഇങ്ങോട്ട്, ഇനി ഞാൻ മണീനോട് മിണ്ടുകയേ ഇല്ല പറഞ്ഞിട്ട് പോകും. വ്യത്യാസം ഉണ്ടാകും, ചൊടിച്ച കാര്യം മറന്നിട്ട് വീണ്ടും വരുന്നത്. ചൊടിച്ച കാര്യം ഓർമ്മയുണ്ടാകും, പക്ഷേ നമ്മൾ ചൊടിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിലുണ്ടാകും വരുന്നത്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നല്ല മഴയാണുണ്ടായത്. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്ക് എൻ്റെ അച്ഛൻ്റെ 2 കസിൻ ബ്രദർ വന്നിട്ടുണ്ടായിന്. ഇത് രണ്ടും എൻ്റെ അച്ഛൻ്റെ അനിയന്മാരാണ്. എൻ്റെ അമ്മമ്മേൻ്റെ അനിയൻ്റെ മോൻ. അതിൽ ചെറുത് എൻ്റെ അച്ഛൻ്റെ പണ്ടത്തെ ഫോട്ടോ ഉണ്ട്, സെയിം ഒരുപോലെയാണ് ഇത്. ഇവൻ അച്ഛൻ്റെ പണ്ടത്തെ അതേ മുഖമാണ്. അതിൽ മൂത്തത് പാവാണ് ആടിരിക്കുന്നത്, മറ്റേത് കുറച്ച് കുരുത്തം കെട്ടാണ്. പക്ഷെ അച്ഛൻ ഇവരെ വെച്ചാൽ തീർന്നു. ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ഇവരാ. ഇവിടെ ഒരാൾ കേക്കെല്ലാം മുറിക്കാനായി അറിഞ്ഞുകൊണ്ട് കീഞ്ഞ് കുളിച്ചിട്ട് വന്ന് നേരത്തെ ചൊടിച്ചിട്ട് പോയതാണ്. മണിയുടെ കേക്കിന് പോവുകയില്ല മുണ്ടുകയില്ല എന്ന് പറഞ്ഞിട്ട്. കേക്ക് മുറിക്കാനാകുമ്പോൾ നല്ല വൃത്തി കുളിച്ച് വന്ന് സുന്ദരിയായി അമ്മേനോട് മുടിയെല്ലാം കെട്ടിത്തരാൻ പറയുന്നുണ്ട്, ലിപ്സ്റ്റിക്ക് എടുത്തിടുന്നുണ്ട്, ഒന്നും പറയണ്ട. അതിനിടയിൽ വരുമ്പം ഞാനും അഗിയും കോട്ടിട്ടിട്ടുണ്ടായിന്. 2 കോട്ട ഉണ്ടായിട്ട് വാവൂസ് നടിക്കാണ്ട് ഞാൻ പറഞ്ഞു നീ കോട്ടിട്ടുണ്ടാന്ന്, എനിക്ക് ഞാൻ തല പൊത്താന്ന് പറഞ്ഞു എൻ്റെ കൈ കൊണ്ട്. എൻ്റെ അവൾ കോട്ടിട്ടിട്ട് അവൾ ഫുള്ള് നനഞ്ഞു. വീട്ടിൽ വന്നിട്ട് കുളിച്ച് മാറ്റി. ഇതാ കുരുത്തം കെട്ടത്. പാവാണ് കേട്ടോ, നല്ല മോനാണ്. എന്നോട് അപ്പം പറയും മണിക്കുട്ടി എന്നെ യൂട്യൂബ് കൂട്ടണേ. അപ്പോൾ ഓനെ വീഡിയോ ആക്കാൻ വേണ്ടി. പക്ഷെ ഇങ്ങോട്ട് വരൂല, ഒറ്റയ്ക്ക് വരൂല, വരണമെങ്കിൽ അവൻ്റെ അച്ഛനെയും കൂട്ടണം. വാവൂസിനെ നല്ല ഇഷ്ടമായിരുന്നു. വാവൂസിൻ്റെ മടിയിൽ തന്നെ കണ്ട ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഓള് ഗിഫ്റ്റ് തന്ന ലിപ്സ്റ്റിക്ക് എന്നെക്കാളും കൂടുതൽ ഇടൽ ഉളഞ്ഞായിരിക്കും. ആ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കൊണ്ട് കൈമയോ അതാ ലിപ്സ്റ്റിക്ക് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്നിട്ട് എൻ്റെ കുഞ്ഞുവിൻ്റെ ഗിഫ്റ്റ് എന്തെല്ലോ എണിച്ചിട്ടുണ്ടായിന്. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് എനിക്ക് ഇന്നലെ ഡ്രസ്സ് പോയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത് മാളെന്ന്. അപ്പോഴേക്കന്നെ ഉണ്ട് നീ എന്നെ ഇങ്ങോട്ടേക്ക് വാങ്ങാറിട്ട് വിളിക്കുന്നത്. ഇന്നലെ നമ്മൾ പൈനൂർ പോയിട്ടുണ്ടായിന്. അപ്പം ഞാൻ പറഞ്ഞു നീ ക്ലാസ് കഴിഞ്ഞാട്ടും വേഗം വാ, ഞാനും അച്ഛനും അമ്മയോടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പോകാൻ എടുക്കുന്നതാണ് നീ എന്നെ വിളിച്ചത്. അപ്പോൾ അത് പൊളിഞ്ഞു. അതിനിടയിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കിച്ചുവേട്ടനെ വിളിച്ചുകൊണ്ടുണ്ടായിന്. അപ്പോഴേക്ക് അന്ന് എൻ്റെ ഏച്ചിയുടെ ബർത്ത്ഡേ ഉണ്ടായിന്. അതുകൊണ്ട് കിച്ചുവേട്ടൻ അങ്ങോട്ടേക്ക് പോയി. ആടെയും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്ക് മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. എന്നോട് പറഞ്ഞു നീ കേക്ക് കട്ട് ചെയ്തോ, എനിക്കൊരു കഷ്ണാടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇതിന് പിന്നിൽ ഇത്ര വലിയൊരു ചതി ഉണ്ടെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ട. കേക്കല്ല അത്, അച്ഛനെന്നെ കേക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ആക്കി വെച്ചിട്ട് പറ്റിച്ചു. അങ്ങനെ പറ്റിച്ച ശേഷം രണ്ടാമത് ശരിക്കും കേക്ക് എടുത്തിട്ട് തന്നെ വന്നു, ഒറിജിനൽ കേക്ക്.
അങ്ങനെ കേക്കും മുറിച്ച് ഫുഡും കഴിച്ച് എൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ പരിപാടിയുടെ അവസാനിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കൂലല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.